അതിനിടെ ഐ വി ശശി തന്റെ കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ഏറ്റെടുത്തു. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിയ ഒരു ചരിത്ര സിനിമ 1921. ചരിത്രത്തെ സിനിമയാക്കുക എളുപ്പമല്ല, കാരണം പ്രേക്ഷകരുടെ വികാരങ്ങളും ചരിത്രത്തിന്റെ സങ്കീർണതയും ഒരുപോലെ കൈകാര്യം ചെയ്യണം. ഈ ചിത്രത്തിൽ അദ്ദേഹം യുദ്ധരംഗങ്ങൾ മാത്രം കാണിച്ചില്ല, ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ഭയവും പ്രതീക്ഷയും വിശ്വാസവും കൂടി അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്നും മലയാളത്തിലെ പ്രധാന ചരിത്ര ചിത്രങ്ങളുടെ പട്ടികയിൽ 1921 ഇടം പിടിക്കുന്നത് അതുകൊണ്ടാണ്. മൃഗയ എന്ന ചിത്രം നോക്കൂ. അപരിഷ്കൃതനായ ഒരു വേട്ടക്കാരനായ മനുഷ്യന്റെ കഥ, സംസ്കാരവും പ്രകൃതിയും തമ്മിലുള്ള സംഘർഷം. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഐ വി ശശിയുടെ മറ്റൊരു ശക്തി ഇവിടെയും കാണാം. നടന്മാരിൽ നിന്ന് അവരുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് പുറത്തെടുക്കാനുള്ള കഴിവ്. ഒരു കാര്യം പലരും ശ്രദ്ധിക്കാറില്ല, ഐ വി ശശി ഒരിക്കലും ഒരു ശൈലിയിൽ കുടുങ്ങിയ സംവിധായകനായിരുന്നില്ല. രാഷ്ട്രീയ സിനിമകൾ ചെയ്തു, ആക്ഷൻ സിനിമകൾ ചെയ്തു, കുടുംബകഥകൾ പറഞ്ഞു, ചരിത്രം പറഞ്ഞു, മനഃശാസ്ത്രപരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. വിപണി ആവശ്യപ്പെടുന്നതും കല ആവശ്യപ്പെടുന്നതും തമ്മിൽ ഒരു സമതുലനം കണ്ടെത്താൻ അദ്ദേഹം നിരന്തരം ശ്രമിച്ചു. അതാണ് അദ്ദേഹത്തെ 5 പതിറ്റാണ്ടിലേറെ പ്രസക്തനാക്കി നിലനിർത്തിയത്. 1990കളുടെ തുടക്കം. ഐ വി ശശി ഇതിനോടകം മലയാള സിനിമയിലെ ഏറ്റവും വിശ്വസനീയനായ വാണിജ്യ സംവിധായകരിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരു നിർമ്മാതാവിന് സുരക്ഷിതമായ കൈ, ഒരു നടന് മികച്ച കഥാപാത്രം ലഭിക്കാനുള്ള പ്രതീക്ഷ, ഒരു പ്രേക്ഷകന് പണം മുടക്കിയതിന്റെ മൂല്യം ലഭിക്കുമെന്ന വിശ്വാസം. താരങ്ങളുടെ മുഖം മാത്രം നോക്കാതെ സംവിധായകൻ ഐ വി ശശി എന്ന ബ്രാൻഡ് കണ്ടുകൊണ്ട് തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകർ. ഈ വിശ്വാസം ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയതല്ല, 15 വർഷത്തിലേറെ നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു അത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിഹാസ താരങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ തുടർന്ന് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.